ന്യൂസ് ട്രെൻഡ്സ് തുടരുകയാണ്. മന്ത്രിസ്ഥാനത്ത് നിന്ന് എ.കെ. ശശീന്ദ്രനെ മാറ്റാനുള്ള നീക്കങ്ങൾ എൻ.സി.പിയിൽ ശക്തമാകുന്നു. മന്ത്രിസ്ഥാനം രാജിവെക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എ.കെ. ശശീന്ദ്രൻ. മന്ത്രിസ്ഥാനത്ത് നിന്നും മാറേണ്ടി വന്നാൽ എം.എൽ.എ. സ്ഥാനവും രാജിവെക്കുമെന്നും ശശീന്ദ്രൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തോമസ് കെ തോമസ് ഇന്ന് മുഖ്യമന്ത്രിയെ ഇതിനിടെ കാണുന്നുണ്ട്. എൻ.സി.പിയെ അത്തരത്തിൽ ആ വിഷയങ്ങൾ പിടിച്ചുകുലുക്കുകയാണ്. ഏതാണ്ട് പി.സി. ചാക്കോയുടെയൊക്കെ അനുഗ്രഹം ഇപ്പോൾ തോമസ് കെ തോമസിനുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ അപ്പോഴും അത്തരം എന്ത് തീരുമാനം ആ പാർട്ടി എടുക്കും എന്നത് നിർണായകമാണ്. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കുന്നു. അരുൺ, എന്താണ് പാർട്ടിയുടെ തീരുമാനം? ഭൂരിഭാഗം ജില്ലാ പ്രസിഡന്റുമാരും തോമസ് കെ തോമസിനൊപ്പമാണ്. പി.സി. ചാക്കോയുടെയും അനുഗ്രഹാശിസുകളുണ്ട് എന്നറിയുന്നു. ശശീന്ദ്രൻ നീക്കം എന്താണ്? രഞ്ജിത്ത്, 2.5 വർഷ കാലാവധിയാണ് എ.കെ. ശശീന്ദ്രൻ നൽകിയത്. 2.5 വർഷം കഴിയുമ്പോൾ ആ സ്ഥാനത്തേക്ക് മറ്റൊരു എം.എൽ.എ, എൻ.സി.പിയുടെ മറ്റൊരു എം.എൽ.എ തോമസ് കെ തോമസ് വരുമെന്നൊരു ധാരണ, ഒരു കരാറുണ്ടായിരുന്നുവെന്നാണ് തോമസ് കെ തോമസ് അനുകൂലികളുടെ വാദം. നേരത്തെ 2 വർഷം കഴിയുമ്പോൾ തന്നെ അത്തരമൊരു നീക്കം എൻ.സി.പി ശക്തവുമായിരുന്നു. പക്ഷേ അന്ന് സംസ്ഥാന അധ്യക്ഷൻ പി.സി. ചാക്കോ പൂർണ്ണ പിന്തുണയാണ് ശശീന്ദ്രൻ നൽകിയത്. അത്തരമൊരു കരാറേ ഇല്ല, അത്തരമൊരു ധാരണയുണ്ടായിരുന്നില്ല. ശശീന്ദ്രൻ തന്നെ മന്ത്രിയായി തുടരും. പക്ഷേ ഇപ്പോൾ പി.സി. ചാക്കോ കളമാറിയിരിക്കുകയാണ്. പി.സി. ചാക്കോ തോമസ് കെ തോമസിനൊപ്പമാണ്. ശശീന്ദ്രൻ മാറിക്കൊടുക്കണമെന്ന അഭിപ്രായമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. പാർട്ടിയിൽ അത്തരമൊരു ധാരണ ഉണ്ടായതായി ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് പി.സി. ചാക്കോ അറിയിക്കുകയും ചെയ്തു. എന്നാൽ അത് നിങ്ങളുടെ ആഭ്യന്തര കാര്യം നിങ്ങൾ തീരുമാനിക്കൂ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അദ്ദേഹത്തെ മടക്കി അയക്കുകയായിരുന്നു. അതാണ് ശശീന്ദ്രന് ഒരു ആശ്വാസമാകുന്നത്. മുഖ്യമന്ത്രിയും CPM-ഉം തനിക്കൊപ്പം നിൽക്കുമെന്ന് എ.കെ. ശശീന്ദ്രൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ ഈ ആഴ്ച തുടക്കത്തിൽ കൊച്ചിയിൽ ചേർന്ന ജില്ലാ അധ്യക്ഷന്മാരുടെ യോഗത്തിൽ 10-9 പേരും ശശീന്ദ്രൻ മാറണം, തോമസ് കെ തോമസ് വരണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചു. ദേശീയ നേതൃത്വം അറിയിക്കാൻ തീരുമാനമുണ്ട്. നേരത്തെ തന്നെ ശരത് പവാർ വിഷയത്തിൽ ഇടപെട്ടതാണ്. അന്ന് അങ്ങനെ ഒരു ധാരണയോ മാറ്റമോ ഇല്ല എന്ന് അദ്ദേഹം നിലപാടെടുത്തു. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി പ്രശ്നത്തിലാണ് എ.കെ. ശശീന്ദ്രൻ. കുറച്ചുകൂടി പ്രതികൂലമാണ് അദ്ദേഹത്തിന് കാലാവസ്ഥ. അദ്ദേഹം മാറേണ്ടി വരുന്ന സൂചനയാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നാൽ പാർട്ടി ദേശീയ നേതൃത്വം ശരത് പവാർ രാജിവെക്കാൻ തയ്യാറാണ്. പക്ഷേ അങ്ങനെ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നാൽ എം.എൽ.എ. സ്ഥാനം കൂടി രാജിവെക്കുമെന്ന ഭീഷണിയാണ് എ.കെ. ശശീന്ദ്രൻ ഉയർത്തുന്നത്. ഒരു കാരണവശാലും മന്ത്രിസ്ഥാനം മാത്രം രാജിവെച്ച് മുന്നോട്ട് പോകില്ല എന്ന് ശശീന്ദ്രൻ പറയുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും എൻ.സി.പിയുടെ എം.എൽ.എമാർ ഒന്നായി ചുരുങ്ങും. ശശീന്ദ്രൻ രാജിവെച്ചാൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ CPM ഇടതുമുന്നണി ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഇടതുമുന്നണി പിന്തുണ കൂടി തനിക്കുണ്ടാകും. എല്ലാ കാലത്തും പിണറായി വിജയന്റെ വിശ്വസ്തനും പിണറായി വിജയന്റെ പ്രിയപ്പെട്ടവരുമാണ് എ.കെ. ശശീന്ദ്രൻ. അതുകൊണ്ട് തന്നെ അത്തരമൊരു പിന്തുണ അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. അതുകൂടി മുൻകണ നീക്കമാണ്. പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് വലിയ പിന്തുണ ശശീന്ദ്രൻ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നില്ല. കാരണം വലിയൊരു വിഭാഗം അപ്പുറത്തേക്ക് മാറിയിരിക്കുന്നു. അവിടെ തന്നെ മറ്റൊരു ആരോപണമുള്ളത് പി.സി. ചാക്കോ വന്ന ശേഷം പുതിയ കുറെ ആളുകളെ എൻ.സി.പിയിലേക്ക് കൊണ്ടുവന്നു. അവരാണിപ്പോൾ എൻ.സി.പിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എൻ.സി.പിയെ പി.സി. ചാക്കോ ഹൈജാക്ക് ചെയ്തു. നേരത്തെ പാർട്ടിക്കൊപ്പം ഉണ്ടായിരുന്നവർ ഇപ്പോഴും അടിയുറച്ച് ശശീന്ദ്രനൊപ്പം നിൽക്കുന്നു. അവർ ഇടതുപക്ഷ സമീപനമുള്ളവരുമാണ്. എന്നാൽ പി.സി. ചാക്കോ കുറച്ചുകൂടി ഒരു വലത് രാഷ്ട്രീയ സ്വഭാവമുള്ള ആളാണ്. UDF-ന് അനുകൂലമായ നിലപാടുകൾ എടുക്കാൻ പലപ്പോഴും എൻ.സി.പിയിൽ സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട്. അത് ഈ മുകേഷിന്റെ രാജി അടക്കമുള്ള വിഷയങ്ങളിൽ, തെരഞ്ഞെടുപ്പ് തോൽവി അടക്കമുള്ള വിഷയങ്ങളിൽ അത്തരം ചില നീക്കങ്ങൾ പി.സി. ചാക്കോ നടത്തിയിരുന്നു. പി.സി. ചാക്കോ ഒരുപക്ഷെ അധികം വൈകാതെ എൻ.സി.പിയെ UDF പാളയത്തിൽ എത്തിക്കുമെന്ന് കരുതുന്നവരും ശശീന്ദ്രനൊപ്പമുള്ളവരിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ചെറുക്കാൻ തന്നെയാണ് ഇപ്പോഴത്തെ ധാരണ. അതുകൊണ്ടാണ് മന്ത്രിസ്ഥാനം പോയാൽ എം.എൽ.എ. സ്ഥാനം കൂടി രാജിവെക്കുമെന്ന ഭീഷണിയും ആ ഒരു സമ്മർദ്ദതന്ത്രവുമായി വി അരുണാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. എൻ.സി.പിയിലും പ്രതിസന്ധി ഉണ്ടാകുന്നു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തുവരുന്നത്.